പുന്നമടയിലെ ഓളങ്ങൾക്ക് തീപിടിപ്പിച്ച മണിക്കൂറുകൾക്കൊടുവിൽ വീയപുരം ചുണ്ടന് വീരവിജയം. 75ാമത് നെഹ്റു ട്രോഫി ഉയർത്തി വില്ലേജ് ബോട്ട് ക്ലബ്ബ്. കഴിഞ്ഞ തവണ മൈക്രോ സെക്കൻഡുകൾക്ക് പരാജയപ്പെട്ട വിബിസിക്ക് ഇതൊരു മധുര പ്രതികാരം കൂടിയായി. മേൽപ്പാടം നിരണം നടുഭാഗം വീയപുരം ഓവർ ടു ജോളി എതിരെ നെപ്പോളിയനും വില്ലിംഗ്ടണും ഏറ്റുമുട്ടിയ വാട്ടർലി യുദ്ധം പോലെ മേൽപ്പാടവും നിരണവും നടുഭാഗവും വീയപുരവും തമ്മിൽ പൊരിഞ്ഞു പോരാടുന്നു. ഒന്നിൽ വീയപുരം മേൽപ്പാടം, രണ്ടിൽ നിരണം, മൂന്നിൽ നടുഭാഗം, നാലിൽ വീയപുരം ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചു വിടാതെ ആരാണ് മുൻപിൽ ചോദ്യങ്ങൾ ഏറെയാണ്. ഇതാ വിജയത്തിന്റെ വിജയഗാഥരയിക്കുന്നവര്, ഓളപ്പരപ്പിലേക്ക് ഇടിനാദം പോലെ കടന്നു പോകുന്നവര്, അങ്ങനെ ആവേശത്തിന്റെ തിരമാലകള് ആർപ്പവിളിയുടെ താളത്തില് ആവേശത്തിന്റെ ഉൾക്കരുത്തില് കടന്നു പോകുന്നു. മേൽപ്പാടവും നിരണവും നടുഭാഗം. ആവേശപ്പോരിൽ നടുഭാഗം ചുണ്ടൻ രണ്ടാമതെത്തിയപ്പോൾ പള്ളാത്തുരുത്തി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒന്നിൽ വീയപുരം മേൽപ്പാടം, രണ്ടിൽ നിരണം, മൂന്നിൽ നടുഭാഗം, നാലിൽ വീയപുരം ഒരുപോലെ ഒപ്പത്തിനൊപ്പം ഇഞ്ചു വിടാതെ ആരാണ് മുൻപിൽ ചോദ്യങ്ങൾ ഏറെയാണ്. ഇതാ വിജയത്തിന്റെ വിജയഗാഥരയിക്കുന്നവര്, ഓളപ്പരപ്പിലേക്ക് ഇടിനാദം പോലെ കടന്നു പോകുന്നവര്. സൈഫുനിസ എലിയാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സൈഫുനിസ, വലിയ ആവേശത്തിനൊടുവിൽ ഒരു മധുര പ്രതികാരം വീട്ടിയിരിക്കുന്നു വീയപുരം. പ്രത്യേകിച്ച് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഒരു കിരീടം നഷ്ടപ്പെടുക, മറ്റൊരു ടൂർണമെന്റ് എത്തുമ്പോൾ അത് അതേപോലെ തന്നെ കപ്പിനും ചുണ്ടിനും ഇടയിൽ ആ വിജയം കൈയടക്കുക എന്ന് പറയുന്നത് അതിൽ പരം ഒരു ആവേശം മറ്റൊന്നില്ല. വീയപുരത്തിന്റെ ആവേശത്തിനൊടുവിൽ എന്തായാലും എല്ലാ കാലങ്ങളിലും ഉള്ളതുപോലെ അവസാന നിമിഷം ആരാണ് ജയിച്ചത് എന്ന കാര്യത്തിൽ ഒന്നാം സ്ഥാനം എന്തായാലും വീയപുരത്തിനായിരുന്നു. രണ്ടാം സ്ഥാനം സംബന്ധിച്ച ഒരു തർക്കം അതിനിടയിൽ ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിനെ തീ പിടിപ്പിച്ച ഒരു മത്സരമായിരുന്നു, ഫൈനൽ മത്സരമായിരുന്നു ഇന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനലിൽ നടന്നതെന്ന് പറയാം. കാരണം ഏറ്റവും പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 5 വർഷമായി കപ്പടിച്ചതാണ്, ഇത്തവണയും കപ്പടിക്കുമെന്ന ഒരു തീരുമാനത്തിലായിരുന്നു പള്ളാത്തുരുത്തി എത്തിയത്. പക്ഷേ പള്ളാത്തുരുത്തിയെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടായിരുന്നു വീയപുരം, അതായത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വീയപുരം ചുണ്ടൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. ഒരു 4 തുഴ അകലെ പള്ളാതുരുത്തിയാക്കിക്കൊണ്ടാണ് അവരുടെ ഒരു വിജയം ഉണ്ടായിരുന്നത്. എങ്ങനെയായിരുന്നു ആ മത്സരത്തിന്റെ ഒരു ചൂടൊക്കെ എങ്ങനെയായിരുന്നു? നമുക്ക് ലിജോ വർഗീസ് ചേരുന്നുണ്ട്. ലിജോ, എങ്ങനെയുണ്ടായിരുന്നു? ഇത്തവണ പള്ളാത്തുരുത്തി കപ്പടിക്കുകയായിരുന്നെങ്കിൽ 6 തവണ ഡബിൾ ഹാട്രിക് എന്ന നിലക്കായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടേക്കല്ല കാര്യങ്ങൾ പോയത്. ഇന്ന് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരിയിലേക്ക് ആ കപ്പ്, വെള്ളിക്കപ്പ്, നെഹ്റു ട്രോഫി വള്ളംകളി, ഇത് 75ാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അവിടേക്ക് ആ കപ്പ് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. തുടക്കം മുതൽ തന്നെ ആദ്യ സമയത്ത് തന്നെ UBC കൈനകരിയും പള്ളാത്തുരുത്തിയും ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നത് നമ്മൾ കണ്ടു. 4.23 UBCന്റെ സമയം, 4.22 ആയിരുന്നു നമ്മുടെ പള്ളാത്തുരുത്തി വന്നത്. അങ്ങനെയാണ് ഫൈനലിൽ വരുന്നത്. അവിടെ മുതലേ ആ മത്സരം ഉണ്ടായിരുന്നു. UBC പക്ഷേ അതിനുശേഷം ലൂസേഴ്സ് ഫൈനലിൽ മത്സരിച്ചില്ല. അങ്ങനെ അവർ മത്സരിക്കാതെ പിന്മാറി പോവുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ കണ്ടതൊരു ഗംഭീര ഫൈനലാണ്. ആ ഫൈനലിലാണ് കഴിഞ്ഞ തവണ വളരെ ചെറിയ വ്യത്യാസത്തിൽ കപ്പ് നഷ്ടപ്പെട്ട വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇത്തവണ ആ കപ്പ് തിരിച്ചു പിടിക്കാൻ ഉള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ ഒരു തേരോട്ടമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്ന PBCയെ സംബന്ധിച്ച്. ഇത്തവണ ആ തേരോട്ടം VBC വന്ന് തകർക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഡബിൾ ഹാട്രിക് എന്ന പള്ളാത്തുരുത്തിയുടെ സ്വപ്നങ്ങളെല്ലാം വീയപുരം ചുണ്ടനിൽ വന്ന വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗരി തകർത്ത് കളയുന്ന ഒരു വലിയ ആവേശകരമായ ഒരു മത്സരമായിരുന്നു കണ്ടത്. അതിനുശേഷം അവരുടെ ആവേശമെല്ലാം നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കാണിക്കുകയും ചെയ്തു. ഏതായാലും ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയോടുകൂടി ഇതിനൊരു ആവേശം വരികയാണ്. പല ആളുകളും സംസാരിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഒരേപോലെ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് കുറേ കാലങ്ങളായി ഈ മത്സരത്തിൽ 1ാം സ്ഥാനം നേടുമ്പോൾ മറ്റു ആളുകൾ, അല്ലെങ്കിൽ 2-3 സ്ഥാനത്ത് വരുന്ന ആളുകൾക്കൊരു ആവേശം ഉണ്ടാവില്ല, അവരുടെ ടീമിന് ഒരു ആവേശം ഉണ്ടാവില്ല. പക്ഷേ അത് അങ്ങനെ ആവാം. പള്ളാത്തുരുത്തി അടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അപ്പം ഇനി അടുത്ത തവണ പള്ളാത്തുരുത്തിക്കും വലിയ ആവേശം ഉണ്ടാവും. മറ്റ് ആളുകൾക്കും ഇനിയിപ്പോൾ VBC അടുത്ത തവണ നന്നായി മത്സരിക്കാൻ, കപ്പ് നിലനിർത്താൻ ശ്രമിക്കും. അങ്ങനെ ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 28 വർഷത്തിന് ശേഷമാണ് ഒരു നെഹ്റു ട്രോഫി കിട്ടുന്നത്. അതായത് അവരുടെ വില്ലേജിലേക്ക് പോകുന്നത്. ഞാൻ വീണ്ടും ഒന്നും കൂടെ എടുത്തു പറയണം, നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന എഡിറ്ററായിട്ടുള്ള അനൂപിന്റെ
കൂടി ക്ലബ്ബാണ്. അവർ അവിടെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് രാവിലെ മുതൽ അനൂപ് അവിടെ ഉണ്ട്. അനൂപിനൊക്കെ വലിയ ആവേശമായിരിക്കും ഇത് കാണുകയാണെങ്കിൽ. അനൂപിന് ഒരു കൺഗ്രാസ് പറയാണ്, തുഴച്ചിലുകാരൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് വ്യക്തിപരമായ അങ്ങനെ ഒരു സന്തോഷം കൂടി ഈ കാര്യത്തിലുണ്ട്. ഇത് VBC ഇത്തവണ കപ്പടിക്കണം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ബോട്ട് ചേട്ടന്മാർക്കെല്ലാം അവരൊക്കെ ഈ VBC കപ്പടിക്കണം എന്ന് ആഗ്രഹിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ ചരിത്രം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നെഹ്റു ട്രോഫി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഈ വിയപുരവും ഒപ്പം തന്നെ നടുഭാഗവും പള്ളാത്തുരുത്തിയും നിരണവുമായിരുന്നു ഫൈനലിൽ ഉണ്ടായിരുന്നത്. വിയപുരം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനത്ത് നടുഭാഗം, മൂന്നാം സ്ഥാനത്താണ് പള്ളാത്തുരുത്തി എത്തിയത്, നാലാം സ്ഥാനത്താണ് നിരണം എത്തിയത്. പക്ഷേ പള്ളാത്തുരുത്തി ഇപ്പോൾ ഇതിലൊരു എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇപ്പോൾ നിരണമാണെങ്കിലും ഒപ്പം തന്നെ നടുഭാഗമാണെങ്കിലും മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനം തടയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കളക്ടർ തീരുമാനം എടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അതിന്റെ തുടർ വാർത്തകളും ഉണ്ടാകും. ശരി സൈഫുന്നിസ, എന്തായാലും ആ വിവാദങ്ങൾ ഒരു ഭാഗത്ത് തുടരും. പക്ഷേ ആവേശം എന്തായാലും ഒന്നാം സ്ഥാനം നേടിയ വിയപുരം തന്നെ കൊണ്ടുപോയി. വളരെ ആവേശകരമായി ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോയ മത്സരത്തിൽ ഒരുപാട് വിജയങ്ങൾ ആവേശത്തോടെ സ്വപ്നം കണ്ട ആളുകൾ അത് കഴിഞ്ഞ തവണ കൈവിട്ട ഒരു വിജയം ഏറ്റവും ഒടുവിൽ അവർ അതേ രീതിയിൽ തന്നെ കൈയടക്കുന്നു എന്നത് വലിയ സന്തോഷം നൽകുകയും ചെയ്തതാണ്. എന്തായാലും നെഹ്റു ട്രോഫിക്ക് വളരെ ആവേശകരമായ ഒരു പര്യവസാനം ഉണ്ടായിരിക്കും.